ചേച്ചി എടുക്ക് എടുക്ക്. എടുക്ക്. ഫോൺ കട്ട് ചെയ്തു. മെസ്സേജ് അയക്കാന്നാ പറഞ്ഞേ. എന്നാ നീ അങ്ങോട്ട് വിളിക്കൂ. ഇനി ക്ലാസ് ടൈമിലെങ്ങാനും വിളിക്കൂ. ഇല്ല എടാ നീ അങ്ങോട്ട് മെസ്സേജ് അയച്ചോടി. ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. എന്താ അവിടെ? What's happening here? Come here. What are you hiding? ഇങ്ങോട്ട് കാണിച്ചേ. Bring it here. Bring it here. Mobile. എല്ലാരും ഓഫീസിൽ പോയി അവിടെ നിൽക്കേ. Go. Please, ma'am. No excuses. Go out. Oh, കണ്ടില്ലേ ലിസി? I just can't handle this anymore. ദാ കണ്ടോ എന്നാ. ഓ ഹലോ. ആരോടാ ഫോണിൽ സംസാരിക്കുന്നത്? ആരോടാ പറയ്. സംസാരിക്കാൻ പറ്റിയില്ല. എന്നാലും ആരെ വിളിച്ചെന്ന് പറയാലോ. അച്ഛനാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? സംസാരിക്കാൻ പറ്റിയില്ല. വാ, അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അച്ഛനാ. കുട്ടി അവിടെ നിൽക്ക. വേണ്ട പറയുന്നേ വേണ്ട. അച്ഛൻ ഫോൺ ചെയ്യാൻ പറ്റിയില്ല. ഹലോ, പ്രിൻസിപ്പൾ അല്ലേ? അതെ. ഇത് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ വേണുഗോപാലാണ്. പറയൂ. മകൾ അവിടുന്ന് വിളിച്ചിരുന്നു, പക്ഷേ തിരിച്ചു വിളിച്ചിട്ട് കിട്ടിയില്ല. ഫോണാണെങ്കിൽ സംസാരിക്കുന്നതിന് മുമ്പേ കട്ടായിപ്പോയി. ഹലോ. പറഞ്ഞോളൂ. മോൾ അവിടുന്ന് വിളിച്ചിരുന്നു, ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും കട്ടായി. എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനിപ്പോ മിസ്സസ് ഇവിടെ ഉണ്ടല്ലോ. അനിതയോ? എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നം? നിങ്ങളൊരു ഇപ്പോൾ ഫോൺ വെച്ചോളൂ, എന്താന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഹലോ ഹലോ ഹലോ.
എന്നെപ്പറ്റി മറ്റുള്ളവരൊക്കെ എന്താ വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ലെസി മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ടീച്ചർ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ഞാൻ എന്തുത്തരം അതിനൊക്കെ പറയേണ്ടത്? പിന്നെ ഇവരാണ് ഡോക്ടർ മുത്തുച്ചിപ്പിയുടെയും പച്ചപ്പുൽച്ചാടിയുടെയും കഥകളൊക്കെ പറഞ്ഞു തന്ന് എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്നാൽ ഞാനറിയാതെ എങ്ങനെയാ ഞാൻ അങ്ങനെയാകുന്നത് എന്നെനിക്ക് ഒരിക്കലും മനസ്സിലായില്ല. അതിനേക്കാളെല്ലാം അച്ഛനെ കാണാനും സംസാരിക്കാനും എന്താണ് എന്നെ വിടാത്തത്? എനിക്കതാണ് തീരെ സഹിക്കാൻ കഴിയാത്തത്. അതിനെപ്പറ്റി ഇവരോട് ചോദിച്ചപ്പോൾ സമയമാകുമ്പോൾ എല്ലാം മനസ്സിലാവുന്ന പറയുന്നത്. അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നാൽ എല്ലാം ശരിയാകും. മാം, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ. ആ വേണ്ട 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 പ്ലീസ്. നിങ്ങൾ അയാൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് പ്ലീസ്. സ്റ്റോർ റൂം. യാ ലിസി പ്ലീസ്, യു ഹാൻഡിൽ ഇറ്റ്. യെസ്. വേണു വരൂ. പ്രിൻസിപ്പാളെ ഞാൻ വിളിച്ചിരുന്നു. യെസ്, പ്രിൻസിപ്പൾ ഒരു മീറ്റിംഗിലാണ്. വേണുഗോപാൽ നടക്കും. എനിത്തിങ് സീരിയസ്? യെസ് യെസ്, ഐ തിങ്ക് സോ. ഇരിക്കും. സി മിസ്റ്റർ വേണുഗോപാൽ, ഇന്ന് നിങ്ങളുടെ മകൾ ക്ലാസ്സിൽ വെച്ച് തലചുറ്റി വീണു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ യൂറിൻ ടെസ്റ്റാണ് പറഞ്ഞത്. ഐ മീൻ പ്രഗ്നൻസി ടെസ്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി റിസൾട്ട് പോസിറ്റീവാണ്. നിങ്ങളുടെ മകൾ ഗർഭിണിയാണ്. അവളെവിടെയാ?
അമ്മ കൂടെയുണ്ട്. I want to see her. ഇപ്പം ഇവിടെയല്ല ഉള്ളത്. പിന്നെ എവിടെയാ? അതെനിക്കറിയില്ല. ഇപ്പൊ വീട്ടിലേക്ക് പോവും. അവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. വേണു വേണു മാഡം എനിക്കൊന്ന് സംസാരിക്കണം. നോ നോ, എനിക്കൊന്നും പറയാനില്ല. വേണു മാഡം എനിക്ക് സംസാരിച്ചാൽ പറ്റും മാഡം. എനിക്ക് പ്ലീസ് എനിക്ക് സംസാരിക്കണം മാഡം. വേണ്ട വേണ്ട വേണ്ട, മാം പ്ലീസ് മാം എനിക്കൊന്നും പറയാനില്ല. മാം സോറി സോറി. പ്ലീസ് മാം നോ, എനിക്കൊന്നും ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. മാഡം പ്ലീസ് എനിക്ക് സംസാരിക്കണം. മാഡം മാം എനിക്ക് സംസാരിക്കണം. മാഡം നിങ്ങൾ എന്ത് കാണിക്കണേ? ഇവിടെ വേണു നിങ്ങൾ അങ്ങോട്ട് പോന്നേ. വീണ്ടും നിങ്ങൾ പറയുന്നത് കേൾക്കൂ. ഇവിടെ പറയുന്നത് കേൾക്കും. എന്ത് കാണിക്കണേ? ഇവിടെ നിങ്ങൾ എന്തായി കാണിക്കണേ? ലിസി മിസ് പറഞ്ഞതുപോലെ ചെയ്യും. ആയിക്കോട്ടെ, ഞാൻ അവളുടെ അച്ഛനാണ്. അതൊക്കെ മനസ്സിലായി.